നിങ്ങൾക്ക് ആരെ ചെലവിന് തരില്ല ഇതിന്റെ മുന്നേക്കാ ഞങ്ങളിങ്ങനെ ഒന്നും തിന്നല്ലോ കേട്ടോ. ഇവിടെ കാക്ക പറഞ്ഞത് ഒന്നുകൂടി ആലോചിച്ചോ, ആ ചെറിയ കുണ്ടനം കിട്ടിഞ്ഞു പോയാലും എന്ന് പറഞ്ഞു. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് എൻ്റെ ഇൻട്രോക്കൊക്കെ നല്ല എനർജി ഉണ്ട്, എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം ഒന്ന് നേരത്തെ എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ചെറിയ പണികളൊക്കെ എടുത്ത് സ്റ്റിച്ചിട്ടേം കൂടെ നിങ്ങൾക്ക് അറിയാമല്ലോ, വലിയ വലിയ ഭാരമുള്ള പണികളൊന്നും എടുക്കാൻ പറ്റൂല. പിന്നെ ഫുഡ് എന്ന് പറഞ്ഞാൽ ഞാനും ശരിക്കും ചെറുതായിട്ട് തെറ്റില്ല. എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ ഞാൻ എപ്പോഴും സാധനത്തിന് പറയുന്നത് ഫ്രൂട്ട്സൊക്കെ പെട്ടെന്ന് തീർത്താണ് ഞാനും ആവശ്യവും അങ്ങനെയൊക്കെയുള്ള പരാതി. വാട്സപ്പ് വരെ തുറക്കാൻ അവൻ ഒഴിവുണ്ടോല്ലേ. കാരണം ഞാൻ സാധനത്തിന് പറഞ്ഞിട്ട് ഒന്നുമില്ലേലും ഒരു പാക്കറ്റ് പാലിനെങ്കിലും പറയുന്നുണ്ടോല്ലേ. അപ്പോൾ കെതുപ്പങ്ങൾ നോക്കണ്ട കേട്ടോ. എന്നാലും ക്ഷീണമൊക്കെ നല്ല രീതിയിൽ മാറ്റമുണ്ട്. കാരണം നമ്മൾ ഇന്നലത്തെ ആ ജ്യൂസൊക്കെ കുടിച്ചിട്ടായിരിക്കും ഇന്നലെ നിങ്ങൾ കാണിച്ചു തന്നല്ലോ. പക്ഷേ ഞാൻ കുറച്ച് ദിവസമായിട്ടോ കുടിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്ന അവസ്ഥ. ശരിക്കും മുബാസും അങ്ങോട്ട് നോക്കി രണ്ടാളും ഇതാ ഇവിടെ എന്താക്കാൻ നഖം വെട്ടേ പെൺക്ക് മാറിയില്ല, അത് അവിടെ വന്ന് കുത്തിരിക്കണം. എന്തായിച്ചേ മുറ്റത്തിൻ്റെ ഒക്കെ കോലങ്ങൾ കണ്ടില്ലേ, നാശമായി കിടക്കുക. നല്ലോണാണെങ്കിൽ ശരിക്കും അങ്ങ് അടിച്ചാരി വെച്ചാൽ മതി. എത്ര ദിവസം എൻ്റെ നഖം ഒന്ന് വെട്ടിത്തരാൻ പറയുന്നേ കേട്ടോ. മിണ്ടുന്നില്ല, മിണ്ടിയാ പറയുന്ന സാധനത്തിന് പറഞ്ഞാളാന്ന് ഒന്നും മിണ്ടില്ല. പെണുങ്ങി അങ്ങ് കുത്തിരുന്നാണ്. പെണുങ്ങി കുത്തിരുന്നതിനൊക്കെ കഴിഞ്ഞാൽ എന്താ പറയാണ്ടേതാ മൈക്ക് പിടിക്ക്. പമ്പേഴ്സ് ഒന്നും കാണണ്ടാരും. ഏതാ വെളുത് മുറ്റൊന്നും കാണിച്ചുകൂടെ. പക്ഷെ എവിടെ നിന്ന് ഇപ്പയ്ക്ക് വെട്ടാനാവില്ല. എനിക്ക് ഇന്ന് റൂമിൽ നിന്ന് വെട്ടിത്തരുമോ? ഞാൻ കാര് ടീപ്പോയ്മൊക്കെ വെച്ചുതരാം. എൻ്റെ ഞാൻ വെട്ടണോ? വെട്ടിത്തരുമോ? എൻ്റെ എന്തേതൊക്കെ ഞാൻ ചെയ്യേണ്ടി പറഞ്ഞു. വേറെ ഒന്നും ചെയ്യണ്ട. പമ്പേഴ്സൊക്കെ കാണണ്ട. ഇങ്ങോട്ട് വാ. പമ്പേഴ്സ് കാണുന്ന കുറച്ചും കൂടെ നീക്കിയൊക്കെ അല്ലാണ്ട് വേറെ ചെയ്യാനില്ലല്ലോ. ഇവിടെ ഇത്രേ സ്ഥലമുള്ളൂ എല്ലാം കൂടി വെക്കാൻ. എന്തിനാ പെണ്ണിങ് ഇത് ജെല്ല് പോക്കിയൊക്കെ വേണം. വിലോട് എങ്ങനെ പെണുങ്ങിയല്ല ഇവലില്ലേ കമ്പനി കുറച്ചും കൂടെ വെയിലുള്ളല്ല. വിലോട് കമ്പനി കുറയ്ക്കുന്ന ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാലില്ലേ, ഇവിടെ വന്നാൽ ആവശ്യമൊക്കെ വില രണ്ടാളും 1 കിലോ മുന്തിരിയൊക്കെ ഒരു ദിവസം കൊണ്ട് തിന്നു തീർത്താല് ഞാൻ ഫ്രൂട്ട്സ് ഒക്കെ അൽമാറിൽ പൂട്ടി താക്കോലായിട്ട് പോവുക. ഫ്രിഡ്ജ് മാറ്റിയാൽ ലാഭം. ചാവിയുള്ള ഫ്രിഡ്ജ് ആക്കാൻ പോവുക, അല്ല നമ്പർ ലോക്ക് ഉള്ള ആഴ്ച ആരാക്കുകയും ചെയ്യൂട്ടോ. അവളെല്ലാം ഒന്ന് തോടും. ഇന്നലെ ഫുള്ള് തിന്നതിന് ശേഷം പിന്നെ കണ്ടിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡൊക്കെ എടുത്തത്. പിന്നെ മക്കളെ വില 2 ആള് 2 പെണ്ണുങ്ങളെ ആയിട്ട് ഞാൻ ഇവിടുന്ന് അന്നേ പറഞ്ഞിക്കണല്ലോ എന്റെ കാക്കഞ്ഞോളയായിട്ട്. ശരിയാ. വിളക്കാക്ക പറഞ്ഞത് ഇന്നയായിട്ട് വിള കുടുങ്ങുന്നാണ് പറഞ്ഞത്. പക്ഷെ ശരിക്കും റിയലായിട്ട് ഓയാലും ഇട്ടോ. രണ്ടാളും നിക്കണെന്ന് ഒന്നുകൂടി ആലോചിച്ചോ, ആ ചെറിയ കുണ്ടനം കിട്ടിഞ്ഞു പോയാലും എന്ന് പറഞ്ഞു. അപ്പൊ വിള് പറഞ്ഞ സാരല്ലാന്ന്. അപ്പൊ സത്യം പറയുകയാണെങ്കിൽ നേരെ തിരിച്ചായത് വിളയായിട്ട്. കാരണം എന്തോരം നിങ്ങൾക്ക് ആരും ചെലവിന് തരില്ല ഇതിന്റെ മുന്നേക്കാ. എങ്ങനെ ചെലവൊക്കെ കഴിഞ്ഞു പോലെ ഞങ്ങളിങ്ങനെ ഒന്നും തിന്നല്ലോ കേട്ടോ. ഞങ്ങളാരും തിന്നതിന്റെ ബാക്കി എന്റെ വായിച്ച് പറയുന്നു. നല്ല തിന്നാല് നമ്മക്ക് എന്ത് തരൂ എരിക്കാനെങ്കിലും ആരോഗ്യം യാചിക്കാനെങ്കിലും പോവാലോ. പിന്നെ ഞാൻ വിചാരിക്കാം വായിച്ചത് മനസ്സിൽ ഇപ്പോഴും അത് തന്നെയാണല്ലോ. ഇത്രക്കും പണിക്ക് പോണോന്നുള്ളൊരു ചിന്ത ഒന്നും വായിച്ചിക്കാൻ വന്നില്ല. എരിക്കാനല്ല നല്ല തിന്നാന്തോ പണിക്ക് പോവാലോ നല്ല പറഞ്ഞു കൊടുക്കാൻ. ഗുഡ് ബാപ്പ ഗുഡ് ബാപ്പ ഗുഡ് മോളല്ലേ. പക്ഷെ അങ്ങനെ എനിക്ക് എന്റെ വായിച്ചിന്റെ നല്ല സ്വഭാവം ഗുണങ്ങളുണ്ട്. ആർക്കറിയാം എങ്ങനെയാന്ന് എന്ത് സ്വഭാവ ഗുണങ്ങളാണ് എന്തൊക്കെ ഉണ്ട്. ഇന്നലെ എന്തോ പറയുന്ന ഇറക്കി തോന്നിക്കും സെയിം ഡയലോഗ്. അതല്ല ഇന്നലെ വെച്ചാൽ വില ഇങ്ങോട്ട് നോക്ക്. മീന് വാങ്ങിക്കൊണ്ടുപോയി വെക്കുമ്പോഴേക്കും ചിക്കൻ ഇല്ലാന്ന്. അപ്പൊ ഞാൻ അത് വാങ്ങിക്കൊണ്ടുപോയി വരുമ്പോഴേക്കും പാലില്ലാന്ന്. ഇനിയിപ്പോ ഇതൊക്കെ വാങ്ങിക്കൊടുത്ത് ഞാൻ ഇന്നലെ ഒന്ന് വാട്സപ്പ് ഞാൻ ഇന്നലെ കൊടുവള്ളി പോയി ഒക്കെ വാങ്ങിക്കൊടുത്തിട്ടോ. ഇനി ഒന്നുമില്ല, ഒക്കെ സെറ്റാ. അപ്പോൾ ഞാൻ കൊടുവള്ളി പോയിട്ട് ഇങ്ങനെ എന്തോ ഒരു പരിപാടിക്ക് വേണ്ടി പോയതാ. വെറുതെ വാട്സപ്പ് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഷെമിൻ്റെ ഒരു മെസ്സേജ്. ഞാൻ വിചാരിച്ചു വേറെ എന്തോ അങ്ങനെ ലൈക്ക് എടുത്ത് നോക്കുന്ന സമയത്ത് ഈ വരുന്ന സമയത്ത് കുറച്ച് പച്ചക്കറിയോ അതും ഇത് തിന്നാൻ കൊടുക്കുക എന്നല്ലാണ്ട് പാല് വാങ്ങാനും പറഞ്ഞേ.
എന്നാ നമ്മളുടെ നഖം വെട്ടിത്തരാം. നഖം വെട്ടാൻ കാലിന്റെ നഖം വെട്ടാനാവുന്നില്ല. അതെ അതെ അതല്ലെങ്കിലും വയറുണ്ട് മറ്റേ നമുക്ക് വെയിറ്റ് നോക്കണമെങ്കിൽ ഒന്നും കാണൂല, സാധാരണ കാണൂല. അപ്പൊ വളരെ ഇങ്ങോട്ട് ഒരു കാരണമായി, അത്രേ ഉള്ളൂ. ഇങ്ങനിട്ട് കളിയാക്കാനാണെങ്കിൽ ഇനിക്കണ്ടി ഇനിയല്ലേ ഇപ്പൊ കളിയാക്കാൻ തുടങ്ങി കാര്യം കൂടെ വന്ന്, അപ്പൊ അതിന് എനിക്കൊരു കുഴപ്പമില്ലേ. ഞാനും ഇനി കളിയാക്കാന്ന് വിചാരിച്ച് അതാണ് ഇവിടെ ഒന്നും മനസ്സിലാത്തത്. ഞാൻ കാര്യത്ത് പറഞ്ഞതാ, എന്റെ നഖാണ് പെട്ടെന്ന് പെട്ടെന്നുള്ളൂ അല്ലേ, ടക്ക് തന്നെ. എന്തേതാ എനിക്ക് എന്തേതാ വേണ്ടി ഇവിടുന്ന് വെട്ടിയാ മതിയോ? കല്യാണം കഴിച്ചതിന് ശേഷം ഇങ്ങനെയൊക്കെയാണ്. ഇതൊന്നും കൊണ്ട് നീക്ക്, മേറ്റൊന്നും കൊണ്ട് നീക്ക്. വൃത്തി ഇങ്ങൾക്ക് കാണിക്കാല്ലേ, വെപ്പിലും കൂടെ കയറിപ്പോ ഒരു ഷൂട്ടൊക്കെ കയറിയല്ലോ. ഷൂട്ടിങ് ആൻഡ് പിന്നെ ഷൂ അവിടെ കഴിച്ചിങ് ആൻഡ് ഒക്കെ ഇങ്ങോട്ട് കയറി പിന്നെ ഇടണോ? അത് ചടുപ്പ് കേസ്. ചില സ്ഥലത്തൊക്കെ പോണ സമയത്ത് ചില ഓഫീസുകളിലൊക്കെ ചാവിയൊക്കെ മറന്നാലല്ലേ അയച്ചിട്ടൊക്കെ അല്ലേ അയച്ചിട്ടാ കയറി. അതല്ല ചില ഓഫീസുകളിലൊക്കെ പോകുമ്പോ ചെരുപ്പിട്ട് കയറാൻ പറ്റൂലല്ലോ. അത് നല്ലതിനാണ്ടിട്ടാണ്. പക്ഷെ ഇവള് കഴിച്ചാൽ ഞാനും കഴിക്കണ്ടേ? അതെന്താ ഷൂ കഴിക്കാൻ ഇത് കെട്ടുണ്ടാക്കണ ആലോചിച്ച് പിന്നെ ഇരുന്ന് അപ്പോഴേക്കും ഇന്ന് ഇത് കൊളാവും. ഇരുന്ന് ഇങ്ങനെ ഇതാക്കുമ്പോഴേക്കും അല്ലെ ഷർട്ട് ചുടി അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മളെ ഷൂമേലൊന്നും അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അത് ചെയ്യണം. ആയിഷുവിന്റെ ചെരുപ്പിന്റെ ബ്ലോഗ് ചെയ്യാൻ നമുക്ക്, അതാ നല്ലത്. അതാകുമ്പോ ഒന്നുകൂടി ബെറ്ററാ. ഒരു പറയുമ്പോലെ പറഞ്ഞു കേട്ടോ. ഒരു ദിവസം ഞങ്ങൾ രണ്ടാളും ജിമ്മിന് പോയിണ്ടായിരുന്നല്ലോ. ഇപ്പൊ നിർത്തിയാണല്ലോ. അങ്ങനെ ജിമ്മിന് പോയപ്പോ ഞാൻ ജിമ്മിന് പോകാന്നൊക്കെ പറയുന്ന കേട്ടോ. അങ്ങനെ ഇവള് ഭയങ്കര മിസ്റ്റർ കാലിക്കറ്റ് ഡാം ആട്ടി. അതൊന്നല്ല, 2 ദിവസം പോകും, പിന്നെ 3-ാം ദിവസം പറയുന്ന കൊണ്ട് ഞാനില്ല. 2 ദിവസം ഡെയിലി പോകും, 3-ാം ദിവസം പറയും നമ്മൾ 1.5 ഉണ്ടാക്കാം. പിന്നെ പറയും നമ്മൾ വീക്കിലി ഒരു ദിവസം ഇവക്ക് സ്വന്തം പോവാന് ഇപ്പോഴും എനിക്ക് അങ്ങനെ ആഗ്രഹം. പിന്നെ നഖം വെട്ടാൻ പറ്റൂല, ദാരിദ്ര്യ. അല്ലേ പിന്നെ അതിനൊരു കുറവില്ലാതെ അങ്ങനെ ജിമ്മിന് പോയപ്പോൾ എൻ്റെ ഷൂ അവിടെ വെച്ച് പോന്ന്. ഞാൻ പിന്നെ ഒന്നും നിർത്താന്ന് പറയാൻ പറ്റാതെ കൊണ്ട് ഞാൻ വേഗം തന്നെ വെക്കണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവനാണ് എടുക്കേണ്ടി വന്നപ്പോൾ പറയാട്ടോ, ഇന്ന കുറ്റം പറഞ്ഞിക്ക ക്ഷമി പറഞ്ഞിക്കണ എടുത്തോണ്ട് വരാനെന്ന്. അല്ലാണ്ട് സാധനം കൈ കിട്ടണ്ടേ നമുക്ക്? എന്നെ തന്നെ പറഞ്ഞാ പോരെ, എന്തിനാ വീഡിയോ ഒന്നും കാണാത്ത കൊണ്ട് എല്ലാം കാണുന്ന മനുഷ്യനാ. നാക്ക കൈയൊക്കെ ഞാൻ വെട്ടിക്കോളൂ. കാലോ ഒരു പേപ്പർ വിരിച്ചിട്ട് കാലയിൽ വെച്ച് വെട്ടാം. വീഡിയോ എടുക്കുകയാണ്, വ്ലോഗ് എടുത്തോണ്ടിരിക്കുകയാണ്. പുറത്ത് ഇവിടെ പേപ്പർ ഒന്നും വിരിക്കണ്ടല്ലോ, വിരിക്കുക അതല്ലേ നല്ലത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ, നമ്മളൊക്കെ വൈഫുമാര് ഇത് ഞാൻ വെട്ടിക്കോളാം. പിന്നെന്താ എന്തോ ഒന്ന് പറയാ, എല്ലാം പറയാ. ഞാൻ നല്ലോണം ആർന്ന ഒരു കൈയിന്റെ വെട്ടി തീർന്ന് മറ്റേ കൈമൊക്കെ തുടങ്ങുക. അപ്പൊ എന്നെ ആർന്ന് എടുങ്ങാറാക്കി ഇങ്ങോട്ട് കൊണ്ടുപോകുന്ന എന്നിട്ട് ഇതിലും എന്തെങ്കിലും മറ്റേ കളറും ചെയ്തു ക്യൂടെക്സാ. ഞാൻ എന്താ ഇനി ഇതുവരെ പറഞ്ഞു ക്യൂടെക്സിന്, ഞാൻ പറഞ്ഞ ക്യൂട്ടസ് പേരൊന്നും നമ്മള് കേൾക്കണല്ലോ, എന്തെന്നാന്ന് അറിയൂലല്ലോ. ക്യൂടെക്സ് ക്യൂട്ടിന്റെ അല്ലേ ആണ്, അല്ലെങ്കിലും ആണ്, അതാ നല്ലേ. അപ്പൊ കാലിന്റെ വെട്ടന്റെ ഇങ്ങോട്ട് എടുത്തേക്കുന്നാലേ അല്ലാണ്ട് ഇപ്പൊ എന്താ വെട്ടിയ നല്ലോണം നന്നാക്കണേ. ഒട്ടാകെ കാലിന്റെ നഖമൊക്കെ ഒരു വൃത്തിയുള്ളൂ, വേറെ ഇല്ല. അത് ഏകദേശമൊക്കെ പോയി തുടങ്ങിയിരിക്കണേ, വൃത്തിയൊക്കെ അധികം ആക്കണ്ട, താഴോട്ട് ഇറക്കണ്ടെന്ന് അറിയണേ. അല്ലെങ്കിൽ ലെങ്ത് കട്ട് ചെയ്യാണ്ട് എടുക്കണ്ടേ. ഇവിടൊക്കെ മുറുക്കിയതാ, ഇവിടൊക്കെ മെയിൻ ക്ഷമയതാ. ഇവിടെ എന്തെന്നൊക്കെ കായ്ക്കുന്നതാ. എന്താ ഇവക്കാണെങ്കിൽ ആയുഷിന്റെ വെട്ടാൻ കണ്ണും കാണൂല. ആയുഷ് എന്നിട്ട് ഇന്നലെ ഉണ്ട് ആയുഷിന്റെ വെട്ടി കൊടുക്കാൻ എന്റെ അടുത്തേക്ക് വന്നുങ്ങാണ്ട്, അത് പറയട്ടെ, ആയുഷിന്റെ ഇന്നലെ വെട്ടി കൊടുക്കാൻ വേണ്ടി എന്റെ അടുത്തേക്ക് വന്നുങ്ങാണ്ട് കണ്ണട എടുത്താ വന്നത്. ഇവള് കണ്ണട എടുത്താണ്, കണ്ണട വെക്കണം എന്നാണ് ഓളെ വിചാരം. ഇത് വെക്ക് കണ്ണ് കാണായിട്ടാണ് ഇവള് കണ്ണട വെക്കണെന്ന് നോക്കാം. വലിയ ഒരു കണ്ണിന് കാഴ്ച തന്നെയല്ല, അതെ വേറൊണ്ടിട്ട് പഠിച്ചോ കളിയാക്കി അങ്ങനൊക്കെ തന്നെ. ഇതൊന്നും ലെവലല്ല, ഏടെ നോക്കിയാ വെട്ടല്. ആണ് ക്ഷേത്രായി ഇങ്ങനെ തടിയും പള്ളയായിട്ട് നടക്കുന്ന. നമ്മളെ ഭാര്യമാരെ ക്ഷമിയെ
ഇപ്പൊ എനിക്ക് മനസ്സിലായി ഭാര്യമാരോ എന്തോ ഒരു ഭാര്യനാ. പേടിപ്പിക്കും ഇങ്ങനെ അതല്ലേ ഞാൻ വിചാരിക്കാൻ നയിക്കുന്ന പൈസ ഒന്നും കാണുന്നില്ല, ആർക്കോ കൊണ്ട കൊടുക്കണമെന്നില്ലായിരിക്കും. ഇല്ലല്ല പൈസ കൊടുക്കൂല എന്തായാലും, വേറെ എന്ത് കൊടുത്താലും പൈസ കൊടുക്കൂല. മനസ്സ് കൊടുത്താലും പൈസ കൊടുക്കൂല. വിചാരാണ്ട ഇവിടെ കിട്ടില്ല പൈസ. ഒരേ സെറ്റ് അത് കഴിഞ്ഞ് ഇത്ര പണിയാണല്ലോ അല്ലേ നാം വെട്ടാൻ. പക്ഷെ ഒന്നും കൂടി നന്നാക്ക്. മതി ക്ഷമിയായി, അധികം നന്നാക്കി ഇങ്ങനെ കേട്ടിട്ടെന്താ. അത് മതി, എനിക്ക് വേദന പോകാനുള്ളല്ലേ. അപ്പൊ നമ്മൾ കൊണ്ടാകും പോലെ. അപ്പൊ ഇപ്പൊ മനസ്സിലായില്ല എനിക്ക്. മെനിയാന്ത കല്യാണത്തിന് മുബാസ പറഞ്ഞോട്ടോ, മെനിയാന്ത കല്യാണത്തിന് നമ്മൾ എൻജോയ്മെന്റ് ഒക്കെ ചെയ്തിരിക്കണോ. ഞാൻ എപ്പോഴും പറയും മിസ് യു ഷെമി, മിസ് യു ഷെമി എന്നാ പറയുന്നത്. വെറുതെ കണ്ടിക്കണ് എന്നാളെ അൻഷിഫിന്റെ റിയല് മിസ് യു ഷെമിന്ന് ഇട്ടുക. അതിന് കൊറേ ലൈക്ക് ഇട്ടാൻ വേണ്ടി, അത് ലൈക്ക് ഇട്ടാൻ എന്നാ പറയല്, സത്യം പറഞ്ഞാ മതി. അത് ലൈക്കിന് വേണ്ടി ഇട്ടതാ. എല്ലോ അങ്ങനെ തന്നെ അല്ലേ. അല്ലാണ്ട് കൊഞ്ചിക്കാൻ എനിക്ക് ഭ്രാന്ത. അല്ലേക്ക് കൊഞ്ചാൻ അതിനേക്കാൾ വലിയ ഭ്രാന്താണല്ലോ എന്റെ ഈ പുള്ള. തെറ്റി ഇത്ര പണിയാണല്ലോ തെറ്റാന്. ഇത് റെഡി ആയില്ലേ? ഇതുപോലെ ഒന്ന് നെക്ക് രണ്ട് സൈഡ് ഒരു വേദന വന്നില്ല പോയില്ലേ? അത് നഖ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടാ. അപ്പൊ നല്ല ശ്രദ്ധിക്കാണ്ടി. അങ്ങനെ വേദന ആവാൻ വേണ്ടി കാത്തിക്കണ്ട. നഖ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെട്ടല് സുന്നത്താ. പക്ഷെ പറയാൻ തോന്നണ്ടേ? അത് പ്രശ്നമില്ല. ആവശ്യം ഒന്ന് കുറച്ച് വലുതായാല് ആവശ്യനെ കൊണ്ട് വെട്ടിക്കായിരുന്നു എല്ലാം ചെയ്യിക്കും ഞാന്. പിന്നെ അതുപോലെ തന്നെ ക്ഷമിയെ കയ്യുമല്ല കെട്ടിയ എല്ലായിടത്തും ആയിപ്പോണ്ട. പിന്നെ അതുപോലെ തന്നെ ആത്തും നഖം വെട്ടുന്നത് ദാരിദ്ര്യ, വെട്ടാൻ പറ്റൂല. പിന്നെ നമ്മുടെ സാഹചര്യമൊക്കെ ഇങ്ങനെ ആകുമ്പോ, പിന്നെ അങ്ങനെ ആകുമ്പോ ഈ ഫ്ലാറ്റ് ഒക്കെ ഉള്ളവരും എന്താ ചെയ്യുക, അവൾക്ക് ബാൽക്കണി നോക്കിയാൽ മതിയല്ലോ. അപ്പൊ ഞാൻ ഓരോട് ചോദിക്കാണ്ടി ഇങ്ങനെ ഈരി റെഡിയാക്കിയൊക്കെ വേണം. ചെറിയ വെള്ളം വെട്ടി അതൊക്കെ വെട്ടിക്കണേ. അത് പക്ഷെ കൊറേ നമുക്കൊരു പെഡിക്യൂറൊക്കെ ചെയ്യാം. തരത്തെടുക്കുക കാലൊക്കെ വാദം കേറിയിട്ടാ. കേറിട്ടൊന്നല്ല. പിന്നെ ഉള്ള ഇടക്കിടക്ക് ഇങ്ങനെ വന്നു പോവുക. അപ്പോഴേക്കും ക്യാമറ ഓർമ്മ ആകുക, പിന്നെ മാറ്റുക. പിന്നെ ഒന്നും ഇല്ലാത്തോണ്ട് തീർന്നാള. അതൊക്കെയാണ് എങ്ങനെങ്കിലും മൈനസ് ഒന്ന് പുറത്താക്കണല്ലോ. മൈനസ് പുറത്താക്കാൻ അല്ല കുഴപ്പമില്ല, ഞാൻ ആയിക്കോളാം, കുഴപ്പമില്ല. ഞാനാക്കാം. കണ്ടില്ലേ ഇപ്പൊ എന്താ തട്ടിപ്പോയി മാറി. ഇത്ര നല്ല ഞാൻ വെട്ടി എന്തോ രണ്ടാളുണ്ടെന്നാ. അത് വെട്ടേണ്ടിയവർ വെട്ടുമ്പോ ആവശ്യമുള്ളതേ വെട്ടു. വെട്ടണ്ടാത്തവർ വെട്ടുമ്പോ ഫുള്ള് മുട്ട അടിച്ചാകും. ആ ഒരു മുട്ട അടിച്ചോണായി പോയിട്ട് ഞാൻ വെട്ടുമ്പോ. എനിക്ക് നഖമൊക്കെ വെട്ടാൻ അറിയാം കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ ഉമ്മന്റെ ഉപ്പന്റെ ഒക്കെ ഞാൻ വെട്ടി കൊടുക്കലുണ്ടായിരുന്നു കേട്ടോ. ഉമ്മന്റെ ഉപ്പന്റെ ഒക്കെ ഞാൻ വെട്ടി കൊടുക്കലുണ്ടായിരുന്നു. എക്സ്പീരിയൻസ് ഞാനും വെട്ടി കൊടുക്കലുണ്ടായിരുന്നു എന്റെ ഉമ്മന്റെ വാച്ചിന്റെ ഒക്കെ. അപ്പൊ ഇനി ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ അത്ഭുതം പോലെ അത്ര പ്രായമൊന്നുമില്ല, സുഖമില്ലാണ്ടൊന്നല്ല. സുഖമില്ലാണ്ടാണ് നമ്മളമ്മന്റെ ഉപ്പന്റെ ഒക്കെ വെട്ടി കൊടുക്കാൻ. അങ്ങനെയാണ് പൊതുവെ ഉണ്ടായാല്. അതുകൊണ്ട് പറഞ്ഞ ഇങ്ങനെ തോക്കിൽക്ക് വെടി വെക്കല്. എന്റെ പിന്നെ ഞാൻ സുഖമില്ലാണ്ടായിട്ട് വെട്ടി കൊടുക്കല. ഇനി ഞാൻ എന്റെ ഒന്ന് വെട്ടോ. ഇനി എന്റെ കയ്യിലില്ല, എന്റെ കയ്യിന്റെ അല്ലേ ഉള്ളത്. ഇനിയിപ്പോ ഇതിന് നിങ്ങൾ കുറെ നെഗറ്റീവ് ഒന്നും പറയണ്ട കേട്ടോ. എനിക്ക് കുഞ്ഞിങ്ങനെ വെട്ടാനായിട്ട് വേറെ ആരും വെട്ടിത്തരാനും ഇല്ലല്ലോ. അപ്പൊ ശരി ഇങ്ങോട്ട് പറഞ്ഞ ഞാൻ വെട്ടിത്തരാന്ന്. അല്ല, ക്യാമറ എടുത്ത് വന്ന് വേറെ എന്തോ വ്ലോഗ് എടുക്കാൻ വേണ്ടിട്ടല്ലേ. അത് പിന്നെ ഇങ്ങനെ അങ്ങ് ആയതല്ലേ. ഒന്നുമില്ല, ഞാൻ വേറെന്തോന്ന് അല്ലാ ഉപാസൻ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇവിടുന്ന് കഴിച്ചല്ല, ജ്യൂസല്ല പായസം കഴിച്ച്, പാൽവായൊക്കെ കഴിച്ച് ഉപാസ് എന്ത് ചെയ്ത് അതില് വരുന്ന ഏലക്കല്ലേ അത് ഇങ്ങനെ കടിച്ച് പിന്നെ ഇനി ഇല്ല അത് പോട്ടെ, ഇനി കടിച്ചില്ല എന്നാല് ഓക്കെ കടിച്ചില്ല. അപ്പൊ ഓനതെടുത്ത് ടേബിൾ മേലെ വെച്ച് ലേസിന്റെ കവറിന്റെ എടുത്ത് വെച്ചു. പൊടിയാണ് വിചാരിച്ചു വേറെ എടുത്തത് കൊല്ലായിട്ട്. അപ്പൊ ഞങ്ങൾ മുബാസ് ഇങ്ങനെ തപ്പുക, ഞാൻ തുപ്പിയ ചേലക്കായി കാണില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഒരുമിച്ചാണ് അടുക്കുന്നത്. അതുപോലെ എന്തെടുത്ത് ഞാൻ വായിലേക്ക് ഇട്ട് പോയാലേ ആകെ കൊളാവും. ശേഷമാണ് എനിക്ക് ഇങ്ങനെ ബുദ്ധിയില്ലാണ്ടായി പോയത് കേട്ടോ. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഷെഫിനെ നഖ ബാക്കി വെട്ടി കുളിക്കിനൊക്കെ ഒന്ന് കാണട്ടെ. ദിവസമായി കുളിച്ചിട്ട് ഇതിങ്ങനെ കഴിക്കലാണ് പരിപാടി. ഷാറില്ലേ ഇത് കഴിച്ചിട്ട് മാറ്റല്ലേ. അപ്പൊ നാളെ കാണട്ടോ അടുത്ത വീഡിയോ. ഇത് അടിപൊളിയാട്ടോ, പ്രഗ്നന്റ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഷെമിക്ക് ഒരു ഉന്മേഷം കണ്ട് അപ്പോൾ അങ്ങനെ കൂടി ഹെൽപ്ഫുൾ ആകുമല്ലോ നേരിട്ട് പറഞ്ഞു.
അപ്പോൾ ഓക്കെ ഇൻഷാല്ലാ നമ്പർ ആണെങ്കിൽ ഇന്നത്തെ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓ നഖ ഇവിടെ ഇട്ടാളായിനോ കുഴിച്ചിട്ടായിരുന്നു. എന്തൊക്കെ നിയമങ്ങളുണ്ട്. ക്ഷമിയെ നഖം അങ്ങനെ ഇട്ടാളാൻ പറ്റുമോ പുറത്തേക്ക്? എന്താ അല്ലെ കുഴിച്ചിടാൻ എന്തെന്നാ അങ്ങനെന്തോ? എനിക്കോർമ്മല്ല, ഞാനിപ്പോ കേൾക്കാക്ക കുഴിച്ചിടണം. ഇവിടെ മുറ്റേ ഉള്ളൂ, കണ്ടൊന്നുമില്ല. ഇവിടെ എല്ലായിടത്തും അല്ലാണ്ട് ഇവിടെ ആരാന്റെ ഉണ്ടാക്കിയോ എടുത്തേക്ക് കൊണ്ടുപോയി. എന്നാ ഓക്കെ എന്നാലും ശരി എന്നാലും ബൈ ബൈ.